ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. രാവിലെ വെളുപ്പിന് 4 മണിക്ക് കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു സ്ഥലത്തോട്ട് പൊക്കോട്ടിരിക്കുകയാണ്. എവിടെയെന്ന് പറയാം. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. ഇപ്പോൾ മലപ്പുറത്തെത്തി. ഇനി നമ്മൾ നേരെ വണ്ടി ഓടിച്ച് എങ്ങോട്ടാണ് വേണമെന്ന് അറിയാമോ? ചെറിയൊരു ഗോവ ട്രിപ്പ്. ഞാൻ ഒറ്റക്കല്ല, നമ്മുടെ വണ്ടിയുണ്ട്, അതിൻ്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട്. പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ഡിബിൻ ബ്രോ. ചിലവര് ചിലപ്പോൾ കണ്ടാണ്, ഈ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവരൊക്കെ ആണെങ്കിൽ അറിയാൻ സാധ്യതയുണ്ട് അല്ലേ? ശരിയാ, വീടൊക്കെ നോക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ. ഉറപ്പായിട്ടും കണ്ട സ്റ്റാർട്ട് ഡീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിന്റെ മലയാളിയാണ്. അപ്പൊ ഡിബിൻ എന്നാണ് പേര്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഗോവയിലോട്ട് പോകുന്നത്. ബാച്ചലർ ട്രിപ്പാണ്. വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞാട്ട് എടുത്തു പറഞ്ഞേക്കാം. ഞാൻ മാത്രമേ കെട്ടാത്തുള്ളൂ. അപ്പൊ അതെ, നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. നമ്മുടെ വണ്ടി എനിക്ക് തോന്നുന്നു 2.5 വർഷമായി. 2.5 വർഷം മുമ്പാണ് നമ്മൾ വണ്ടി മേടിച്ചൊരു വീഡിയോ ഇട്ടത്. പിന്നെ നമ്മളങ്ങനെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നേ. ഓടിച്ചിട്ട് എങ്ങനെയാണ്? അടിപൊളിയാണ്. ഞാനേ ഈ ട്രിപ്പ് പോണതിന് മുമ്പ് ഞാനിത് മൊത്തം ഒന്ന് സർവീസ് ചെയ്തേ. ഫുള്ള് സംഭവങ്ങൾ മാറ്റി. എന്താണ്, എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ. നിങ്ങൾ വണ്ടി മേടിച്ചിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, അങ്ങനെ അല്ലറിയില്ല. ഇവിടെയൊക്കെ ഒന്ന് വൈറ്റ് ആയിരുന്നു നേരത്തെ, അത് ബ്ലാക്ക് ആക്കിയ അതൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഒന്ന് ബ്ലാക്ക് ആക്കിയെന്നുള്ളൂ, അതേ ഉള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വണ്ടി സർവീസ് ചെയ്തപ്പോണ്ടല്ലോ പൊളിയായിട്ടുണ്ട്. പവറൊക്കെ അങ്ങ് കൂടി. അപ്പോൾ എന്തായാലും വിട്ടാലോ? നമുക്ക് 10 മണിക്കൂർ യാത്രയുണ്ട്. നമ്മുടെ പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് രാവിലെ നമ്മൾ 4 മണിയായപ്പോൾ ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഉടുപ്പിയാണ്. ഉടുപ്പി ചെന്നിട്ട് സ്റ്റേ അടിക്കും. അവിടെ നമുക്ക് അടുത്ത ദിവസം കുറച്ച് കാഴ്ചകൾ കണ്ട് അവിടെ നിന്ന് ജോഗ് ഫോളും കാണണം. ഞാൻ പോയിട്ടില്ല ഇവിടെ നിന്ന്. പിന്നെ ഗോകർണ കാണണം. അത് കഴിഞ്ഞ് ഗോവ പോകണം. ഗോവയിലൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു വരും. ചെറിയൊരു ട്രിപ്പ് അല്ലേ? കുഞ്ഞു ട്രിപ്പ്. ഫസ്റ്റ് ടൈം ആണല്ലേ? ഞാനൊരു ചെറിയതായിട്ടൊരു ഇന്ത്യൻ ട്രിപ്പ് പോയായിരുന്നു. അത് കഴിഞ്ഞ വർഷം. അപ്പോൾ അതിനുശേഷം അതിനുശേഷം നമ്മൾ ന്യൂസിലാൻഡിൽ ഒരു റോഡ് ട്രിപ്പ് നടത്തി. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ വണ്ടിയും കൊണ്ടൊരു റോഡ് ട്രിപ്പ്. എന്നാൽ പോയാൽ വിട്ടേക്കല്ലേ? യെസ്. ഞാൻ ടോൾ ഒരു 1000 രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ടോൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH66 ആണ്. കണ്ട, പണി നടക്കണേ കേട്ടോ. ഇതിപ്പോൾ മലപ്പുറം ഏരിയ ആണ്. ഞാനേ ഈ ട്രിപ്പ് പോകണ കാരണം ഇന്നലെ തന്നെ വണ്ടിയൊക്കെ കഴുകി ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുപോലെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട്. ഇതിനകത്ത് മൈലേജിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആവറേജ് കാണിക്കുന്നത് 23.3 കിലോമീറ്റർ മൈലേജ് കാണിക്കണം. നല്ല കിടിലം മൈലേജ് ഉണ്ട്. ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയുണ്ട്. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ്. നമ്മുടെ ബാംഗ്ലൂർ പോയ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ അതിനകത്ത് ഞാൻ കറക്റ്റ് കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയണ്ടേ. ഇതിനകത്ത് കാണിക്കണതും ഞാൻ പറഞ്ഞതും കാൽക്കുലേറ്റ് ചെയ്തതും കറക്റ്റായിരുന്നു. 23 എന്ന് പറയുമ്പോൾ എന്തായാലും 22 എന്തായാലും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും മൈലേജ് ഉണ്ട് എക്കോ സ്പോർട്ടിൽ. ഡീസൽ വണ്ടിയാണ്. അതുപോലെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഈ വീടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിന് ശരിക്കും ഒരുപാട് പേരുടെ ആഗ്രഹവും സ്വപ്നമൊക്കെ ആയിരിക്കും നല്ലൊരു വീട് വെക്കാന്നുള്ളത്. അപ്പോൾ പകുതി പൈസ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട് ഇന്ന് ഈ കേരളത്തിൽ. എവിടെ വേണമെങ്കിലും വീട് വെക്കാം അല്ലേ? അതിനെക്കുറിച്ച് നമ്മുടെ ഡിബിൻ ബ്രോ പറഞ്ഞു തരും കറക്റ്റ്. അവർക്ക് ലോൺ എടുക്കണ്ട. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ലോൺ എടുത്ത് പലിശ അടയ്ക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര തലവേദനയാണ്. അപ്പോൾ പകുതി പൈസ ഉണ്ടെങ്കിൽ ഇവർ കൺസ്ട്രക്ഷൻ ചെയ്ത് തരും. കേരളത്തിൽ എവിടെ വേണം പകുതി പൈസ അടച്ചാൽ മതി. അതായത് 20 ലക്ഷം രൂപയുടെ വീടാണ് പണിയണമെങ്കിൽ 10 ലക്ഷം രൂപ മതി. 10 ലക്ഷം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ഇവർ ഈ വീട് ഫുള്ള് പണി തീർത്ത് തരും. പണി തീർത്തതിന് ശേഷം നമ്മൾ പിന്നെ 50 ഗഡുക്കളായിട്ട് ഉള്ള പൈസ അടച്ചാൽ ബാക്കി അടച്ചാൽ അതിന് പലിശയൊന്നുമില്ല. പലിശയില്ല, ഗഡുക്കളായിട്ട്. അതായത് ഇപ്പൊ ഒരു 10 ലക്ഷം രൂപയുടെ വീട് വെക്കാനാണ് ആഗ്രഹിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ എടുത്താൽ മതി. അത് കൊള്ളാലോ പരിപാടി. അപ്പൊ ബാക്കി വരുന്നത് 50 ഗഡുക്കളായിട്ട് അടച്ചു കൊടുത്താൽ പലിശ കൊടുക്കണ്ട. ഇത് ലോൺ സെറ്റപ്പ് ഒന്നുമല്ലല്ലോ? ലോണല്ല. അവരൊരു കമ്പനിയാണ്, ഹോംസ്ഫോർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഹോംസ്ഫോർ. അപ്പൊ അവരാണ് ഇത് ചെയ്യുന്നത്. അത് ശരി. വളരെ നല്ലൊരു കാര്യം കേട്ടോ. അതുപോലെ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് അവർക്ക്. അവർ ഈ എല്ലാ സൈറ്റിലും CCTV, പിന്നെ അവരുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻസ് വഴി എല്ലാ വർക്കുകളും അപ്ഡേറ്റ് ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ വിദേശത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ എന്ത് വർക്ക് നടക്കുന്നുണ്ടെന്നുള്ള പണിക്കാർ വന്നിട്ട് എന്താ കാണിക്കുന്നതൊക്കെ അറിയണമല്ലോ. അപ്പൊ അതിനുള്ള സൗകര്യം കൂടി ഉണ്ടാവും. പിന്നെ അപ്പൊ നമുക്ക് നേരിട്ട് മോണിറ്റർ ചെയ്യണ പോലെയാവും. നമുക്ക് നേരിട്ട് മോണിറ്റർ ചെയ്യും. എല്ലാ കാര്യങ്ങളും ആപ്പിൽ അപ്ഡേറ്റഡ് ആണെന്നാണ്. അപ്പൊ വീട് പണിത് തന്നെ ഇവരാണ് പണിത് തരുന്നത്. ഓക്കെ. അപ്പൊ പൈസ കൊടുത്താൽ മതി. ബാക്കി 50 ഗഡുക്കളായിട്ട് അടയ്ക്കാം. ഇവര് തന്നെ വീട് പണിത് തരും.
അപ്പൊ സ്ഥലം ഉണ്ടായിരിക്കണം. സ്ഥലം ഉണ്ടായിരിക്കണം നമുക്ക്. ഓക്കെ, നമുക്ക് ലാൻഡ് ഉണ്ടായാൽ മതി, വീട് ഇവര് പണിത് തരും, കാശ് പകുതി കൊടുത്താൽ മതി. അത് കൊള്ളാല്ലേ പരിപാടി? നല്ല പരിപാടിയാ. ഓ, അപ്പൊ ഒരുപാട് പേർക്ക് വീട് വെക്കാനായിട്ട് പൈസക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അവരുടെ നമ്പർ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ, ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തോ. ഇപ്പൊ സമയം എത്രയെന്ന് അറിയാമോ? 7:10. അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതേ നേരെ കോഴിക്കോട് തിരൂര് ഒരു പാലം വരുന്നുണ്ട്. ഇത് മറ്റേ ബണ്ടാണോ? ചമ്മറവട്ടം. ഇത് ബണ്ടല്ലേ? അത് തന്നെ, ബണ്ടാണ് ഇത് സംഭവം. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ. കേട്ടാ, ഈ ഭാരതപ്പുഴ നിറച്ച് വെള്ളം. മാനന്തവാടി കൽപ്പറ്റ എന്നൊക്കെ ഇതിന്റെ. കോഴിക്കോട് 46 കിലോമീറ്റർ. കയ്യെ കാണിക്കണ്ടല്ലോ, അത് ഹിന്ദിക്കാരനാണ്. 8 രൂപ. എന്തിന്റെ ടോള്? ഇതില്ലേ നിങ്ങക്ക്? റോഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്. 8 രൂപ ഉണ്ടെന്ന് തോന്നുന്നു. 7 രൂപ 50 പൈസ അല്ല കേട്ടോ, 8 രൂപ അല്ല, 7 രൂപ 50 പൈസ ഇപ്പം ഇല്ലല്ല. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാൻ കയറി, ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കിനി പോകാനുള്ളത് 7 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. ഒരു 300 കിലോമീറ്റർ ഉണ്ട്, മാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ ഇത്ര നേരം വന്നുകൊണ്ടിരുന്നത് NH66 ആണല്ലോ. അപ്പോൾ അവിടെ പണി നടക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറേ കൂടി മുന്നോട്ട് പോയപ്പോൾ നോക്കിയേ, അത്യാവശ്യം സെറ്റപ്പ് റോഡുകളൊക്കെ ഇവിടെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ പൊളിക്കാം, നമുക്ക് 100 കിലോമീറ്റർ പൊളിക്കാം അല്ലേ. ചില ഭാഗത്ത് മാത്രം കുറച്ച് ദൂരം ഈ 6 വരി കറക്റ്റ് മറ്റേ വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. 100 പിടിക്കാം. പക്ഷെ ആകെപ്പാട് എനിക്ക് തോന്നുന്നത് 1 കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളെന്ന് തോന്നുന്നു. അധികം ദൂരം ഇല്ല, 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ചെറിയ ദൂരം ഉള്ളൂ. എല്ലാം പണിത് വരുന്നേ ഉള്ളൂ. പക്ഷെ എന്താ പറയുക, ഇവിടെ ആൾക്കാരെ അങ്ങോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യണ്ട, സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഫുൾ സ്പീഡിൽ ഒന്നും പോകാറായിട്ടില്ല. അത് പണിത് കഴിയുമ്പോൾ ഊറിപ്പോ അടിപൊളിയായിരിക്കും. എടാ മോനെ, ഇതാണ് മാഹി ബൈപ്പാസ്. മംഗലാപുരം 176 കിലോമീറ്റർ, മുംബൈ 1069 കിലോമീറ്റർ. NH66 മാഹി ബൈപ്പാസ്. ഓ, 6 വരി പൊളിച്ച്. ടോളുണ്ട് കേട്ടോ. ടോള് എത്ര രൂപ നോക്കാം? 65 രൂപ തോന്നുന്നു. ഞാനിങ്ങനെ ആലോചിക്കുന്നേ, കേരളം മൊത്തം ഇതേപോലത്തെ റോഡ് വന്നാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി, എന്ത് സെറ്റപ്പ് ആയിരിക്കും. ഒതിയായിട്ടും പാടില്ല. അപ്പോ മാഹി ബൈപ്പാസിൽ ടോളുണ്ട്, നമ്മുടെ ഫാസ്ടാഗ് ഉണ്ട്. എത്ര രൂപ ടോള്? 75 രൂപ. നമ്മളെ കണ്ണൂരെത്തി. കണ്ണൂർ സമയം എത്രയെന്ന് അറിയാം? 11:20. 11 ആയപ്പോൾ കണ്ണൂരെത്തി. നമ്മൾ കുറച്ച് ഓടിയിട്ട് പയ്യന്നൂരൊക്കെ കഴിഞ്ഞിട്ട്, ഇത് ഏതാ സ്ഥലം? കാലിക്കടവ് എന്ന് പറയുന്ന സ്ഥലം. ഇത് എനിക്ക് കാസർഗോഡ് ജില്ലയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പോകുന്ന വഴി കണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കട കണ്ടു, തലശ്ശേരി ബിരിയാണി ഫുഡ് എന്നൊക്കെ പറയും, തലശ്ശേരി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കട. അപ്പോൾ ഈ സൈഡിലൊക്കെ റോഡ് പണിക്ക് വേണ്ടിയിട്ട് മലയൊക്കെ നല്ലതായിട്ട് ഇടിച്ച് നല്ല ഹെവി റോഡ് പണി ഉണ്ടാകുമ്പോൾ അടിപൊളി. അതിന് മുമ്പേ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ലോറിക്കാരൻ നമുക്ക് ലെഫ്റ്റിലോട്ട് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. അവിടെ മറ്റേ കുണ്ടും കുഴിയായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഗ്രാവല. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ഒതുക്കിക്കൂടും. അവൻ മനഃപൂർവ്വം നമ്മൾ ഇടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണം. ഓ, എന്തൊക്കെ ടീമുകളാണ് വഴിയിൽ, എന്തൊക്കെ താണ്ടി വേണം നമ്മൾ, എന്തൊക്കെ സഹിച്ചിട്ട് ഇവിടെ പോവാനായിട്ട്. അത് ഏത് വണ്ടിയാണ്? കേരള രജിസ്ട്രേഷൻ വണ്ടിയാണോ? ഡാഷ് ക്യാമിൽ കിട്ടിയിട്ടുണ്ടാ വീഡിയോ. അത് മനസ്സിലായോന്ന് അറിയത്തില്ല. ഇങ്ങനെ നമ്മൾ മനഃപൂർവ്വം ഇടിക്കാൻ വന്നിട്ട് നമ്മളിങ്ങനെ കണ്ണുരുട്ടി പിടിപ്പിക്കണ്ടായി. എന്റെ പൊന്നോ, ഈ റോഡിൽ ഇങ്ങനെ ഭീഷണി കൂടെ വേണം. ഒന്നാമത് സ്ഥലമില്ല. ഇതേടെ ഈ സ്ഥലത്തിന്റെ പേരെന്താന്നറിയാമോ? മടിയൻ. ദേ നോക്കി, ഈ സ്ഥലത്തിന്റെ പേര് നോക്കിയ മടിയരുത്. അതുകൊള്ളു. ഇത് നോക്കി, വാവ്, മടികൾക്ക് പറ്റിയ പേര്. ഇത് കാസർഗോഡല്ലേ? അതെ, കാസർഗോഡുള്ള സ്ഥലത്തിന്റെ പേരാണ് മടിയെന്ന്. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് കൊള്ളട്ടാ. പക്ഷെ ഈ ഡാ വ്യത്യാസമുണ്ട്. മടിയലിന്റെ ശരിക്കുള്ള ഡായല്ലേ ഇത്? ഇത് മറ്റേ ഡായാണ്. കണ്ടാടാ. കേരളത്തിലെ ശരിക്കും കുറേ വെറൈറ്റി സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ഉണ്ട്, ഭയങ്കര കൗതുകരമായിട്ടുള്ള പേരുകൾ. ഈ മാന്തുക, പിന്നെന്താ വേറെ എന്തൊക്കെയോ സംഭവം, അതേപോലെ സംഭവമാണ് ഇത് മടിയൻ. പക്ഷെ ഈ ഡാ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ കറക്റ്റായി മടിയൻ. കൊള്ളാട്ടാ. ഇനി എന്തൊക്കെ കാണാണ്ടല്ലേ? ഇനി പോകുന്നവർക്ക് എന്തെല്ലാം കിടില കാണാണ്ട്. നമ്മളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു കിടില സ്ഥലം എത്തി. ഇതേ ബീച്ചൊക്കെ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയെന്നറിയോ? തൃക്കണ്ണ് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രം ബേക്കല്, അവിടെയാണ് എത്തിയേക്കണം. വാ, നല്ല വെയിലുണ്ട്. അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ നിറച്ച് പ്രാവാണ്. ഇത് നോക്കി,
ഫുള്ള് പ്രാവുകളാണ്, അടിപൊളി. ഇവിടെയാണെങ്കിൽ ഒരു പാറക്കഷ്ണമുണ്ട്, നല്ല തിരയുണ്ട്, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ലാന്ന് തോന്നുന്നു, നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ കേരളം വിട്ട് കർണാടകയിലോട്ട് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ മാംഗ്ലൂർ സിറ്റി പോലീസ് എന്നൊക്കെ പറഞ്ഞ പല സ്ഥലത്തും ബോർഡുണ്ട്. കർണാടകത്തിൽ കയറിയത് ആദ്യത്തെ ടോൾ കേട്ടോ, ഉടുപ്പി ടോൾ ഗേറ്റ് വേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കർണാടകത്തിൽ കയറിയിട്ട് ആദ്യത്തെ ടോള് 55 രൂപ. ഇപ്പൊ പോവും. ഹാപ്പി ജേണിന്ന്. ഓ നല്ല ഹാപ്പിയാണ്. തുറക്ക് തുറന്നു. അതെ, ഞങ്ങളെ കർണാടക പോലീസ് പിടിച്ചു. ഞാൻ ലൈസൻസ് എടുത്ത് കാണിച്ചേ, അപ്പൊ പറഞ്ഞ് അതൊന്നും വേണ്ട, ഇൻഷുറൻസ് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങളിപ്പോ മൊബൈലില് നമ്മുടെ ഇൻപരിവാരം ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് എടുക്കുമ്പോഴേക്കും പുള്ളി അവിടെ പുള്ളിയുടെ മറ്റേ സാധനത്തിൽ നോക്കി ആ പൊക്കൊന്ന് ആ ഡിവൈസിൽ കാണാൻ പറ്റും. നമ്മൾ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് കിട്ടും, എല്ലാം കിട്ടും. നമ്മുടെ എല്ലാ പേപ്പറും സെറ്റാണ്, ഒന്നും ബാക്കിയില്ല. അപ്പോൾ ഞാൻ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഇതാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇത് 12 വോട്ടാണല്ലോ കാറിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു 2500 വരും, ആമസോണിൽ കിട്ടും. ഇതാണ് കമ്പനിയുടെ പേര് കണ്ട. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചേക്കണം. അപ്പോൾ ഇത് മേടിച്ച ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറണ്ടിൽ കുത്തണ അതേ സ്പീഡിൽ തന്നെ ആയിരിക്കും മൊബൈൽ ചാർജ് ആവണം. നല്ലതല്ലേ? ഫാസ്റ്റ് ചാർജ് ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഡയറക്റ്റ് വണ്ടിയിൽ കുത്തിക്കഴിഞ്ഞാൽ സ്ലോ ചാർജ് ആയിരിക്കും, ഇത് ഫാസ്റ്റ് ചാർജ് ആയിട്ട് മാറും. അത് ഫോണിന് കംപ്ലൈൻറ്റ് ആയിരിക്കും. അതെ, ബാറ്ററി ഹെൽത്തൊക്കെ പോകും ആപ്പിൾ ഫോണൊക്കെ ആണെങ്കിൽ. ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ അത് 200 വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു പെട്ടി. അപ്പോൾ നമ്മൾ കറണ്ടിൽ കുത്തുന്ന പോലെ ചാർജ് ഇങ്ങനെ കുത്തി വെച്ചേക്കാണ് കണ്ട. അപ്പോൾ നൈസായിട്ട് മൊബൈൽ ചാർജ് ചെയ്യാം. നമ്മളിത് ഈ കാണുന്ന ലെഫ്റ്റ് എടുക്കാം കേട്ടോ. ഒരു ഉൾവഴി കൂടിയാണ് പോകാൻ പോണ. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഇപ്പോൾ ഡീവിയേഷൻ എടുത്തതെന്ന് അറിയില്ല. നമ്മൾ മാപ്പ് നോക്കിയാണ് പോണത്. കൈപ്പൂഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ആ അതെ, കൈപ്പൂഞ്ചൽ, വേ ടു കൈപ്പൂഞ്ചൽ എന്നാണ് എഴുതിയത്. അവിടെ നിന്നാണ് നമ്മൾ തിരിയുന്നത്. അതായത് നേരെ മാപ്പിൽ നോക്കുമ്പോൾ കടലിൻ്റെ നേരെ പാരലായിട്ട് കിടക്കുന്ന ഒരു റോഡാണ്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് പല വഴിയുണ്ട് കയറാൻ. ഈ വഴി എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ കുഞ്ഞു വഴിയാണ്. രാത്രി പോണ റെക്കമെൻഡബിൾ അല്ല, പേടിയാവും. അതുകൊണ്ട് ആരും ഇല്ല. വഴിയൊക്കെ ഇങ്ങനത്തെ ചെറിയ വഴിയാണ്, പക്ഷെ റോഡ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നല്ല ഇതായിരുന്നു. ഇത് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് എടുത്ത സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് അതിന്റെ സൈഡിൽ കാണിക്കും ആ റോഡ് എങ്ങനെയാണ്, പൊളിഞ്ഞ് കിടക്കുകയാണോ, ഇതൊക്കെ കറക്റ്റ് കാണാം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് ഇതിൽ എടുക്കുകയാണ്. ഇതേ വേ ടു ഗോൾഡൻ നെസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മാൽപ്പേ പതുക്കരയാ, അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇതിലെ പോവാ. അപ്പൊ ആ റോഡ് എത്തിയിട്ടുണ്ട്. ഇതിലല്ലേ റൈറ്റ്? ആ, ഇത് ശരിക്കേ നമ്മൾ ഈ ഗോവയിൽ കൂടിയൊക്കെ പോകുന്ന പോലെയൊക്കെ തന്നെയുണ്ട്. അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഏതോ ഉൾപ്രദേശത്തിൽ കൂടി പോകുന്ന അതേ ഫീല് തന്നെ കേട്ടാ. ഇത് കണ്ട, ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഒരു അമ്പലമാണ് ഹോട്ടൽ ശ്രീറാം. ഹോട്ടലൊക്കെ ഉണ്ടല്ലോ ഈ റൂട്ടിൽ കുറെ റിസോർട്ടൊക്കെ കാണുന്നുണ്ട്. ഇവിടെ അടുപ്പിച്ച് ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. ഇതേ ഒരുപാട് ഇതുണ്ട്, ഇഷ്ടംപോലെ അമ്പലങ്ങൾ. അത് കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് വായിക്കാൻ അറിയത്തില്ല. അത് മാത്രമേ കുഴപ്പമുള്ളൂ. ഇതിന്റെ പുറകിൽ കടലാണ്ട. ഈ വീടുകൾക്ക് പുറകിൽ അപ്പുറത്ത് കടലാണ്. അത് വരുന്ന കാണാൻ പറ്റുന്ന ഭാഗം ഇപ്പോൾ വരും. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വഴിയിലോട്ട് എടുത്തത് തന്നെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നിൽക്കുന്ന കണ്ട, പിള്ളേരൊക്കെ. ഏടാ മോനെ, നമ്മൾ കടൽ തീരത്തെത്തി. ഇവിടെ ഉണ്ടല്ല, ഈ മത്സ്യബന്ധന ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെ കുറെ വലയൊക്കെ ശരിയാക്കുന്ന ആൾക്കാരെയൊക്കെ ഉണ്ടായിരുന്നു. ഇതേ ബീച്ച് സൈഡ് ഇതുണ്ട്. ഇതാണ് റൂട്ട് കേട്ടോ, അടിപൊളി റൂട്ട്. നമ്മുടെ വൈപ്പിൻ ഭാഗത്ത് കൂടിയൊക്കെ പോകുന്ന പോലെയൊക്കെ ഉണ്ട്. ഇതേടെ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലം കിട്ടി. ഇതേ ഇവിടെ കസേരയൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. വാവ്. എടാ ഇവിടെ എന്തോ വാണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. അത് തെലുങ്കില് വേസ്റ്റ് കളയറുന്നാണ്. പടമുണ്ട്. തെലുങ്കല്ല, കന്നഡ, മാറിപ്പോയി. ഇതൊരു വെറൈറ്റി സ്ഥല. ഇത് കണ്ട. അയ്യോ, പട്ടി കിടപ്പുണ്ടായിരുന്നു, കണ്ടില്ല. ഓ എൻ്റെ കിട്ടില്ലെന്ന് തരാ. ഇതുകൊണ്ടാ ശിന്തമ്മോ, അടിപൊളി ബീച്ച്. നമ്മളെ ഇവിടെ വന്നിട്ട് സൺസെറ്റ് കാണാമെന്നൊക്കെ വിചാരിച്ചു വന്നാണ്, പക്ഷെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ 5 മണി ആയിട്ടുള്ളൂ, 5:15 ആയിട്ടുള്ളൂ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കണ്ട, മൊത്തം ക്ലൗഡി ആയിട്ട് നിൽക്കുകയാണ്. സൂര്യനെ ഇപ്പോഴേ കാണുന്നില്ല. ഇതിന്റെ ഇടയിൽ എവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കും. തര നോക്കി. അയ്യോ, ഇവിടെ ഹെവി തരാ. എന്ത് തരയാണോ തന്നെ. ഇവിടെ ദൂരെ നോക്കുമ്പോ ലൈറ്റ് ഹൗസ് ഒക്കെ കാണാട്ടാ. ഓ, ഇവിടെ ഭീകര തരയാണ്ടാ. ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല എന്തായാലും. അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ഓ പൊളിച്ച്. ഇതേ മടലൊക്കെ കിടക്കണ വഴിയിൽ. ഇവിടുത്തെ ആൾക്കാരെ കാണാനായിട്ട് ശരിക്കും മലയാളികളെ പോലെയൊക്കെ തോന്നണം. അതായത് നൈറ്റൊക്കെ ഇട്ട അമ്മച്ചിമാരൊക്കെ കാണാം.
മുണ്ടൊക്കെ കൊടുത്ത വല്യപ്പന്മാരെ കാണാം. കറക്റ്റ് ഒരു ആലപ്പുഴയുടെ ഭാഗത്തുകൂടെയൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇത് മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് തോന്നുന്നുണ്ട്. നിറച്ച ആൾക്കാരെ ബീച്ചിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ലോക്കൽസാ, പുറത്തുനിന്നുള്ള ആരുമില്ല. ഈ സ്ഥലം നോക്കിയേ, ഇവിടെ നമുക്ക് ആ കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങിച്ചല്ല, അത് കണ്ട അടിപൊളി സ്ഥലം. ആളുകളൊക്കെ വന്ന് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല സെറ്റപ്പ് സ്ഥലം. ചെല്ലാനം പോലെ ഉണ്ട്. ചെല്ലാനത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ഓ ഇത് കിട്ടോ, അപ്പുറം കായലാ. അത് കടലല്ലല്ലോ, കായലായിരിക്കും. അപ്പുറം കായല്, ഇപ്പുറം കടല്. നമ്മളെ പോകുന്ന റൂട്ട് കാണിച്ചാൽ ഇത് കണ്ട, മൊബൈലിൽ കാണിച്ചാൽ അതിൻ്റെ ഒരു രസം മനസ്സിലാവുക. കണ്ട അപ്പുറം ഇപ്പുറവും വെള്ളമാണ്. നടുക്ക് കൂടി ഒരു ഐലൻഡ് ഇങ്ങനെ നീണ്ടു കിടക്കാണ്. അതിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അടിപൊളിയല്ലേ? അതാണ് ഈ കാണുന്നത്. ഈ ഐലൻഡ് പോലെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഇവിടെ വീടുകളൊക്കെ ഉണ്ട്, ആളുകൾ താമസിക്കുന്ന സ്ഥലം. അടിപൊളിയാട്ടോ, നല്ല കിടിലൻ പ്ലേസ്. നിറച്ച് തെങ്ങുകളാണ്, തെങ്ങും തോപ്പാണ് നിറച്ച്. അതിൻ്റെ ഇടയിലാണ് ഈ വീടുകൾ. അപ്പുറം കായല, ഇപ്പുറം കടലും. നമ്മളെ ആ ഒരു റോട്ടിൽ നിന്ന് വേറൊരു പാലത്തിലോട്ട് ടേൺ ചെയ്തിട്ടാ, റൈറ്റിലോട്ട് ടേൺ ചെയ്തു. ഇതാണ് ആ കായല് ഉണ്ടായിരുന്ന ഭാഗം. ഇവിടെ നോക്കുമ്പോ ഇത് എന്റെ പോലെ ഇത് നിറച്ച് ബോട്ട്. ഇത് കണ്ടാ ദൂരെ നോക്കിയേ, മത്സ്യബന്ധന ബോട്ടുകളാണ്. ചെറിയൊരു പാല, 2 വണ്ടികൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇത് കണ്ട കാഴ്ച നോക്കി. നേരത്തെ കണ്ട ബോട്ടുകളുടെ ഇപ്പുറ സൈഡാണിത്. ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട്. ഇതെന്താ ഇപ്പോൾ ബോട്ടൊന്നും പോണില്ല, എല്ലാം ഇവിടെ പാർക്ക് ചെയ്തൊക്കെയാണല്ലോ. നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ മിക്കൊരു നോക്കേ KL വണ്ടിയാണല്ലോ, അവരിങ്ങനെ നോക്കും ഇവരൊക്കെ എന്താ ഇവിടെ ഇവിടെ ഇതിനകത്ത്. ചിലവര് ഭയങ്കര ഒരു അപ്പൂപ്പൻ ഭയങ്കര KL കണ്ടിട്ടാണെന്ന് അറിയത്തില്ല, അവർ ഇങ്ങ് തുറിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇതൊക്കെ സേഫ് ആണോന്ന് എനിക്ക് അറിയാൻ പാടില്ല, ദൈവത്തിന് അറിയാം. അയാളുടെ നോട്ടം കണ്ടിട്ട് ഇങ്ങോട്ട് ഇടിക്കാൻ വന്ന പോലെയൊക്കെയാണ് അയാള് സ്കൂട്ടർ ഓടിച്ചു തന്നെ. അപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പോയി ചെക്ക് ഇൻ ചെയ്യണം. അതിന് മുമ്പേ വേറെ കാര്യം കാണിച്ചു തരാം. നമുക്കിനി എത്ര ഇതുണ്ട്? 459 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയിട്ടാ. കൊച്ചിയിൽ നിന്ന് എടുത്തിട്ട് 459 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ ഹാഫ് ടാങ്ക് ഡീസൽ ഇനിയുണ്ട്, ഹാഫ് ടാങ്കിൽ കൂടുതലുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം കണ്ടാ. ഇനി 582 കിലോമീറ്റർ ഇനിയും ഓടും എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടാ. കണ്ടാ 582 ഇനിയും ഓടും. അടിപൊളി. ഇനി തിരിച്ചു വേണമെങ്കിൽ വീട്ടിൽ പോകണമെങ്കിലും ഇത് മതി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20-22 കിലോമീറ്റർ മൈലേജ് ഇട്ടിട്ടുണ്ട് ഈ വണ്ടിക്ക്. ഞാൻ ഡീസൽ അടിച്ചത് 94 രൂപക്കാണ് കേട്ടോ, നമ്മുടെ കൊച്ചിയിൽ നിന്ന്. അത് ജിയോൻ്റെ പമ്പിൽ നിന്ന് അടിച്ചത്. അപ്പോൾ ഇതാണ് മൈലേജും സംഭവങ്ങളൊക്കെ. നല്ല വണ്ടിയല്ലേ, ഒരു ട്രാവൽ പാർട്ട്ണർ ആക്കാൻ പറ്റിയ സാധനം. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി ഫ്രഷായി ഒന്ന് കുളിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതേ ചെറിയൊരു ടൗണാണ്. ഇവിടെ വല്ല റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടെന്ന് അറിയില്ല, നമുക്ക് വൈകിട്ട് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മാൽപ്പേ ബീച്ച് എത്തും. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് കണ്ടോ, സെൻറ്റ് മേരീസ് ഐലൻഡ് ബോട്ടിങ്. നാളെ നമുക്ക് ഇവിടെ വന്നിട്ട് സെൻറ്റ് മേരീസ് ഐലൻഡിൽ പോവാം. അതിൻ്റെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ബീച്ച് സ്റ്റാർട്ട് ചെയ്യണേ ഇവിടെ ഉണ്ട്, അതേ കാണുന്ന ഭാഗം തൊട്ട്. ഇവിടെ പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നു, അടിപൊളി. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇത് ശരിക്കും മാൽപ്പേ ബീച്ചല്ല, അതിൻ്റെ ഭാഗമാണെങ്കിലും മാൽപ്പേ ബീച്ച് ശരിക്കും നേരെ കുറേ അങ്ങ് നടക്കാറുണ്ട് കേട്ടോ. കുറച്ച് ഒരു 20 മിനിറ്റ് നടക്കാറുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ എത്തും. നമ്മളെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വഴിയിൽ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നേ, നിറച്ച് പട്ടികൾ. ഞാൻ നോക്കുമ്പോൾ ബൈക്കുകാരൊക്കെ ഓടിച്ചിട്ട് കടിക്കാൻ ചെല്ലുന്നു. അത് മേടിച്ചിട്ട് വെറുതെ ഇവിടെ കർണാടകയിൽ വന്ന് പട്ടികടി കൊള്ളേണ്ട കാര്യമൊന്നും ഇഷ്ടംപോലെ നാട്ടിലില്ലേ. അപ്പോൾ അത് മേടിച്ചിട്ട് നൈസായിട്ട് ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങി. നല്ല രസമുണ്ട്. ഇപ്പോൾ സമയത്രയെന്ന് പറയാം 7 മണി. വേണ്ട 7 മണിക്കാണ് സൂര്യൻ അസ്തമിക്കണം. ഇന്ന് കാണാൻ പറ്റില്ല കേട്ടോ, ആളെ ക്ലൗഡി ആയിരുന്നു, പക്ഷെ നല്ല രസമുണ്ട്. അപ്പോൾ മാൽപ്പേ ബീച്ച് ഇവിടെ നിന്ന് അങ്ങ് കുറേ ദൂരം നടക്കുമ്പോഴാണ് മാൽപ്പേ ബീച്ച്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് വേസ്റ്റാണ്. ഓക്കെ, ചില ബീച്ചുകളൊക്കെ ഇവരുടെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ നിറച്ച് വേസ്റ്റാണ്. അതാണ് ഈ പട്ടികൾ തന്നെ, വെറുതെ അല്ല. ഇവിടെ പിന്നെ ശാന്തരായിട്ട് കിടപ്പുണ്ട്, പക്ഷെ ശാന്തരല്ലാത്തവർ അപ്പുറത്തെ റോട്ടിലുണ്ട്. അയ്യോ സീര നിറച്ച് പട്ടി. അതെ ഇവിടെയും പട്ടി കിടക്കുന്നുണ്ട്, പയ്യെ മിണ്ടാണ്ട് പോവാം. അതെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ ഒരു ഐലൻഡ് കണ്ട, കുറേ തെങ്ങും തോപ്പൊക്കെ കാണാം. അതാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്. നാളെ നമ്മൾ അങ്ങോട്ട് പോകും. വാസ്കോ ഡി ഗാമയൊക്കെ വന്ന സ്ഥലം, ചരിത്രം ഉറങ്ങുന്ന സ്ഥലം, ചരിത്രങ്ങളുള്ള സ്ഥലമാണ്. കാണാനും കിടിലും ഭംഗിയുള്ള സ്ഥലം ഉണ്ടാ. കുറേ നാളെ ഇവിടെ വന്നോന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മൾ നടന്ന് മാൽപ്പേ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ബീച്ചിൽ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ഐലൻഡ്. ആ ഭാഗത്ത് ദൂരെ. നാളെ പോകാങ്ങാട്. അപ്പോൾ ഇവിടെ എന്തായാലും ഇന്ന് ഒരുപാട് ആൾക്കാർ ബീച്ചിൽ വന്നിട്ടുണ്ട്. കുറേ പിള്ളേർ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിലെ വെള്ളം ഒഴുകി പോകുന്നൊരു ഭാഗമുണ്ട്, അത് കണ്ടോ. അതെ
ഇങ്ങനെ കടലിലോട്ട് ഒഴുകി പോകുന്നൊരു ഏരിയ എന്നാണ്. ഈ ഭാഗത്ത് ബീച്ചിൽ ഇറക്കില്ല കേട്ടോ, കാരണം അവിടെ ബീച്ചിൽ ആൾ നിൽക്കുന്നുണ്ട്, ഇവിടുത്തെ ഗാർഡാന്ന് തോന്നുന്നു, അദ്ദേഹം വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങരുതെന്ന് പറയുന്നുണ്ട്. ഇവിടെ വേറൊരു രസമുള്ളതേ, ഇവിടെ ഇങ്ങനെ വല കെട്ടി വെച്ചേക്കാണ്, ഒരു മതിൽ പോലെ അല്ലെങ്കിൽ വേലി പോലെ കെട്ടിയേക്കാണ്, അത് അറ്റം വരെ. ആൾക്കാർ ഇതിൻ്റെ അടിയിൽ കൂടി പൊക്കി താന്നിയൊക്കെ വരുന്നുണ്ട്. ഇതിലെ പോവോ ബാ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അതെന്താ ഇങ്ങനെ ബീച്ചിനകത്ത് നിന്ന് വേലിയൊക്കെ കെട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അത് എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ആ വേറെ രസമുണ്ട്. ഇത് പാരഡൈസ് ബീച്ച് റിസോർട്ട്. ഇതാണ് റിസോർട്ടാണ്, അടിപൊളി. ഇവിടെ പിന്നെ ഒട്ടക സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട സമയം 7:15. നല്ല രസമുള്ള ക്ലൈമറ്റാണ് ഇന്ന്. ഇവിടെ കുറേ കോട്ടയൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് അവർ ആ വേലി കെട്ടിയേക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു ഭാഗത്ത് മാത്രം എൻട്രി കൊടുത്തേക്കാണെന്ന് തോന്നണം. പക്ഷെ ആൾക്കാർ അതിൻ്റെ അടിയിൽ കൂടി നൂണ്ടൊക്കെ പോകുന്നുണ്ട്, ഞങ്ങൾ വന്ന പോലെ. അത് കണ്ടിട്ടാണ് ഞങ്ങൾ കയറിയത്. ഈ കാണുന്നൊക്കെ ബാറാണ് കേട്ടോ, അത് കൊള്ളാം. ഗോവയിൽ ഒരു ചെറിയ ഗോവ സെറ്റപ്പൊക്കെ ഉണ്ട്, കൊള്ളാം. ബീച്ച് ബാർ. അതുപോലെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ സമയം 7:15 എന്ന് പറഞ്ഞല്ല, ചെറിയൊരു വെട്ടമുള്ളൂ, പക്ഷേ നല്ല രസമായിട്ട് ക്യാമറ കിട്ടുന്നില്ലേ. അപ്പോൾ ഈ DJ Osmo Action 4ൻ്റെ ക്വാളിറ്റിയും കൂടി ചെക്ക് ചെയ്യാം കേട്ടോ ഈ വീഡിയോയിൽ. ഇപ്പോൾ മൈക്കൊന്നും ഉപയോഗിക്കുന്നില്ല, ഇതിൻ്റെ തന്നെ മൈക്കാണ് ഇതുവരെ എടുത്ത്. ഇപ്പോൾ ഈ ബീച്ചിൽ കൂടെ നടന്ന മൊത്തം എടുത്തത് ഇതിൻ്റെ ഓൺ മൈക്കാണ്. വേറെ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷേ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ക്യാമറ. ഗോപ്രോക്ക് ഔട്ടായിരുന്നു കേട്ടോ, ഗോപ്രോനേക്കാളും ബെറ്ററാണ് ഈ സാധനം. സമയം രാത്രി 8 മണി കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ തേരാപ്പാറ ബീച്ചിലൂടെയൊക്കെ നടന്നിങ്ങനെ നടക്കായിരുന്നു, എല്ലാവരും കൊണ്ടിരിക്കുന്നു. പക്ഷെ രാത്രിയിൽ വീഡിയോ എടുത്തിട്ട് നല്ല രസമല്ലേ, വെട്ടം കണ്ടോ, നല്ല ക്ലാരിറ്റി ഇല്ലേ, ഗ്രെയിൻസ് ഒന്നുമില്ല കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. ക്യാമറ പൊളി സംഭവം. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ മറ്റേ മീൻ വറുത്തതൊക്കെ കിട്ടുന്ന സ്ഥലമല്ലേ, നമ്മുടെ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ കിട്ടില്ല, അതേപോലത്തെ കുറേ സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ടാറ്റു ചെയ്യുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ സാധാരണ മറ്റേ ബീച്ചുകളൊക്കെ കാണുന്ന പോലത്തെ വേളാങ്കണ്ണി ബീച്ചിലൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ സംഭവം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്, ഇനി കുറേ നീട്ടിക്കൊണ്ട് പോകണില്ല. നാളെ നമ്മൾ അടുത്ത കാഴ്ചകളൊക്കെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. യെസ്, അപ്പോൾ ശരി എന്നാൽ ബൈ ബൈ.